ഓക്കെ ഗായ്സ്, സോ ഇന്ന് ഞാൻ സിഡ്നിയിൽ പെട്രോൾ എങ്ങനെയാണ് വണ്ടിക്ക് അടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ആദ്യമായിട്ട് സിഡ്നിയിൽ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വണ്ടി മേടിക്കുമ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പെട്രോൾ അടിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണിത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ തന്നെയാണ് പെട്രോൾ അടിക്കേണ്ടത്. ഇവിടെ ആരും നമുക്ക് പെട്രോൾ അടിച്ച് തരില്ല. ഓക്കെ, സോ ഞാൻ കാണിക്കാം. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഇതാണ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അൺലെഡഡ് 91, പ്രീമിയം 98, അൺലെഡഡ് E10, പിന്നെ ഡീസലും. പ്രീമിയം 98 ആണ് കൂടുതൽ CC വണ്ടി, നല്ല 2000 CC കാറിനൊക്കെ അല്ലെങ്കിൽ പ്രീമിയം ബൈക്സിനൊക്കെ അടിക്കുന്നത്. എൻ്റെ വണ്ടിക്ക് നോർമൽ 91 മതി, പക്ഷെ ഞാൻ ജസ്റ്റ് 98 ആണ് അടിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് എമൗണ്ട് സെറ്റ് ചെയ്യാം. $20, $10, $5 എത്ര അടിച്ചാൽ മതിയെങ്കിൽ അത്രയുമായിട്ട് അടിക്കാം. ഇതിപ്പോൾ ചെറിയ ടാങ്ക് ആയതുകൊണ്ട് ഞാൻ നോർമലി ഫുൾ ടാങ്ക് അടിക്കുന്നത്. സോ ഇങ്ങനെ പൈപ്പെടുത്ത് നമ്മളതിനെ വെക്കുക. 0 ആകുമ്പോൾ ഇതുണ്ട ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി, ഇങ്ങനെ ഫില്ലാവും. ഇപ്പോൾ ഒരു ലിറ്ററിന് $1.93 ആണ് ഇപ്പോഴത്തെ കോസ്റ്റ്. സോ 8 ലിറ്റർ ഇത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഫുൾ ടാങ്കായി. അപ്പോൾ നമ്മളെപ്പോഴും പെട്രോൾ അടിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വെക്കണം, കാരണം ഹീറ്റ് കാരണം ഫ്യൂൽ എക്സ്പെൻഡ് ആവും. ഓക്കെ, ഇങ്ങനെ അടച്ചിട്ട് നോർമലി എല്ലാവരും വണ്ടി ഇവിടെ വെച്ചിട്ട് അവിടെ പോയാണ് പേ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ബൈക്ക് ആയതുകൊണ്ട് വേറെ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബൈക്ക് ഇങ്ങനെ എടുക്കും, അവിടെ വെക്കും. അതോ അയ്യോ, നമ്പർ നോക്കില്ല. ഞാൻ അടിച്ച ഫ്യൂൽ സ്റ്റേഷന് നമ്പർ 1 ആണ്. അപ്പോൾ അവിടെ പോയിട്ട് 1 എന്ന് പറഞ്ഞാൽ മതി, അവർ ക്യാഷ് കാണിക്കും. പിന്നെ ഇതിപ്പോൾ എല്ലാ പമ്പിൽ ഇവിടെ ഇതുപോലെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം, പക്ഷേ ഭയങ്കര വിലയായിരിക്കും. മാർക്ക്ഡ് പ്രൈസാണ് ഇവിടെ. സോ ഇതുപോലെ സാധനങ്ങളെല്ലാം മേടിക്കാം. പിന്നെ ഇവിടെ വരയ്ക്കുന്നത് നല്ല കാശ് കിട്ടും കേട്ടോ. അപ്പോൾ ഹായ്, 1. Yeah. Right, thank you. Have a nice day. ഇത്രയുള്ള പ്രോസസ്. ഓക്കെ, പെട്രോൾ അടിച്ചു. ഇത് വേറൊരു സാധനം. ഓസ്ട്രേലിയയിൽ കുറേ പേര് ചെരുപ്പിട്ടില്ല, പ്രാന്ത. Anyways, that's it guys. See you in the next video. I hope this was helpful.